നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചതായ മാനേജറുടെ പരാതി. മാനേജർ വിപിനാണ് ഇൻഫോ പാർക്ക് പോലീസിൽ ഉണ്ണി മുകുന്ദനെതിരെ പരാതി നൽകിയത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊച്ചിയിലെ DLF ഫ്ളാറ്റിൽ വെച്ച് മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയ വിപിന്റെ മൊഴി രേഖപ്പെടുത്തി. മർദ്ദനമേറ്റ ശേഷം മാനേജർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അതിനുശേഷമാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ഉണ്ണി മുകുന്ദനും മാനേജറും തമ്മിലുണ്ടായ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വ്യക്തമല്ല. നടൻ വധഭീഷണി മുഴക്കിയെന്ന് മാനേജറുടെ കരണത്തടിച്ചുവെന്നുമാണ് FIR-ൽ പറയുന്നത്. ടോവിനോ തോമസ് നായകനായി എത്തിയ നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിനാലാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് മാനേജർ വിപിൻ കുമാർ ഇൻഫോ പാർക്ക് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. കാക്കനാട്ടെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു മർദ്ദനം. മറ്റൊരു താരം സമ്മാനമായി നൽകിയ കണ്ണട ഉണ്ണി മുകുന്ദൻ ചവിട്ടിപ്പൊട്ടിച്ചു. മാർക്കോയ്ക്ക് ശേഷം ഒരു സിനിമയും വിജയിച്ചിട്ടില്ല. പുതിയ പടങ്ങൾ കിട്ടാത്തതിന് നിരാശയാണ് ഉണ്ണിക്ക്. അത് പലരോടും തീർക്കുകയാണ്. ഉണ്ണിക്ക് പല ഫ്രസ്ട്രേഷനുകളുണ്ട്. കൂടെയുള്ളവരോടാണ് അത് തീർക്കുന്നത്. ഉണ്ണി സംവിധാനം ചെയ്യാനിരുന്ന പടത്തിൽ നിന്ന് ഗോകുലം മൂവീസ് പിന്മാറി. 18 വർഷമായി ഞാൻ സിനിമാ പ്രവർത്തകനാണ്. 500ഓളം സിനിമകൾക്ക് വേണ്ടി ജോലി ചെയ്തു. ഉണ്ണി മുകുന്ദനെതിരെ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അതൊക്കെ പിന്നീട് പറയുമെന്നാണ് വിപിൻ പറഞ്ഞത്.